എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വാഴച്ചുണ്ടും സാമ്പാർ പരിപ്പും കൂടി ഒരു കറി വെച്ചാലോ? ഇതിനെ കൊടപ്പെന്നും ഒക്കെ പറയും. ഇനി ഞാൻ ഇവിടെ വാഴച്ചുണ്ടൊക്കെ എടുത്തിട്ട് അതിൻ്റെ പുറത്തെ ഭാഗമെല്ലാം കളഞ്ഞിട്ട് എടുത്ത് വച്ചിരിക്കുന്നതാണ്. ഇത് ഞാലിപ്പൂവൻ വാഴയുടെ വാഴച്ചുണ്ടാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വാഴച്ചുണ്ട് എടുത്ത് വെച്ചു. അതിൻ്റെ കൂടെ ഞാൻ ഈ കപ്പിന് 1 കപ്പ് സാമ്പാർ പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ സാമ്പാർ പരിപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് നമുക്കൊരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേകാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. ഇതവിടെ നിന്ന് വേകട്ടെ. ആ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ വാഴച്ചുണ്ടൊന്ന് കൊത്തി അരിഞ്ഞു കൊണ്ടുവരണം. നമ്മൾ തോരത്തിനൊക്കെ അരിയത്തില്ലേ, അതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. നല്ലതുപോലെ കൊത്തി അരിഞ്ഞിട്ട് എടുക്കണം. ഞാനത് വെളിച്ചെണ്ണയും തൂത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകവും ഇട്ട് കൊടുത്തു. കാന്താരി മുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പില ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കറിൻ്റെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പരിപ്പൊക്കെ വെന്തിട്ടുണ്ടോ എന്ന്. നല്ലതുപോലെ വെന്തിരിപ്പുണ്ട്. കണ്ടോ, നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഗ്യാസൊക്കെ ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേനും കടുകിട്ടു, വറ്റൽമുളക് ഇട്ട് കൊടുത്ത് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വറ്റൽമുളകൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴച്ചുണ്ട് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നമുക്കിതിൽ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാമേ. ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കുക. ഇളക്കിയിട്ടുണ്ട്. ഇളക്കിയതിന് ശേഷം നമുക്കിനി ഒരു മൂടി വെച്ചൊന്ന് അടച്ച് വയ്ക്കാം. ആ ആവിയിലിരുന്ന് അതൊന്ന് വേകട്ടെ. ഒരു 10 മിനിറ്റ് ശേഷം നമുക്ക് ആ മൂടിയൊക്കെ ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി നോക്കാം. വെന്തിട്ടില്ല, ഒന്ന് ശകലം കൂടെ വേകണം. ഒന്നും കൂടെ നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. വെന്ത് ഞാനൊന്ന് ഇളക്കിയിട്ടതിന് ശേഷം നമുക്കിനി നമ്മൾ ആ വേവിച്ച് വെച്ച പരിപ്പില്ലേ, സാമ്പാർ പരിപ്പ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ, അതും കൂടെ ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് ഇതൊന്ന് തിളയ്ക്കണം. നമുക്കിനി ഇത്തിരി വെള്ളം കുറവുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കിതിൽ ലേശം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ആ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ഇത്തിരി വെള്ളവും കൂടെ, ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്, അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് വാങ്ങി വയ്ക്കാം. ഞാനൊരു ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിന്. നല്ലൊരു പരിപ്പിൻ്റെയൊക്കെ ഒരു നല്ലൊരു രുചിയാണ്. അപ്പോൾ ചോറിനകത്ത് ഒഴിച്ച് കഴിക്കാനായിട്ട് നല്ലൊരു കറിയാണ്. ഇതുപോലെ വാഴച്ചുണ്ടൊക്കെ കിട്ടുവാണെങ്കിൽ പരിപ്പും കൂട്ടിയൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.